കയം വളരെ സെക്സി ആയിട്ടാണ് ശ്വേത അഭിനയിച്ചത്. കയം എന്നുള്ള ശ്രീവത്സൻ കണ്ടോ? ശ്രീവത്സൻ കയം കണ്ടുണ്ടാവും. കയം കണ്ട ശേഷമാണ് ശ്രീവത്സൻ ആദ്യമായിട്ട് ശ്വേതയെ വിളിക്കുന്നത്. ശ്രീവത്സൻ പറഞ്ഞിട്ടില്ല അത്. ഇല്ലല്ലോ, എനിക്കറിയാം. യെസ്, അങ്ങനെയുണ്ടോ? സത്യമായിട്ടും ശ്രീവത്സൻ ഇതുവരെ പറയാത്തൊരു സത്യം ഞാൻ പറഞ്ഞു. എന്ത്? ആദ്യത്തെ ഫോൺ ഈ സിനിമ കഴിഞ്ഞിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് വിചാരിക്കണ്ട, വേണം ഇത് കഴിഞ്ഞിട്ട് വേണം ചോദിച്ചു പോയിട്ട്. ഇല്ല, എനിക്കറിയില്ല. ശ്വേത, ബോൾഡ് ആയിട്ടുള്ള സീൻസ് ഒരുപക്ഷെ മലയാളത്തിലെ സാധാരണ ഉദ്ദേശിക്കുന്നത് അവരെ മോശക്കാരാക്കാൻ വേണ്ടിയല്ല, നമ്മൾ കാണുന്ന നടികള് അഭിനയിക്കാൻ മടിക്കുന്ന രംഗങ്ങളിലേക്ക് ശ്വേത വരുന്നു. ശ്വേതയെ മറ്റ് നടികളിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നടത്താനുള്ള കാരണം അതാണ്. ഒരുപക്ഷെ ഗ്ലാമർ ആയിരിക്കുന്ന ശ്വേത ഗ്ലാമർ അല്ലാത്ത രംഗങ്ങൾ അഭിനയിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള ബോൾഡ് അറ്റംപ്റ്റ്സ് നടത്തുന്നു, പ്രസവം ചിത്രീകരിക്കാൻ സമ്മതിക്കുന്നു. ഇത് ശ്വേതയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്നാണോ, അത് ആർ യു ഡെസ്പറേറ്റ് ദാറ്റ് യു നീഡ് ടു ഹാവ് ഓൾ ദ സീൻസ്? മൈ ഗോഡ്, ഐ തിങ്ക് ഐ ഹാവ് ഡൺ എവറിത്തിങ് ബിഫോർ ദാറ്റ്. അയ്യ, നാണിക്കണം. അയ്യടാ, എന്നെ ഞാനല്ല കാണിച്ചത്, ഇത് കേട്ട പ്രേക്ഷകരുടെ നാടകമായ കാണിച്ചത്. അങ്ങനെ അല്ല, ഡെസ്പറേറ്റ് എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അൾട്രാ ഗ്ലാമറസ് റോൾസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാമസൂത്ര ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഡെസ്പറേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ ഡെസ്പറേഷൻ അല്ല ഉദ്ദേശിച്ചത്. ഓ, ശ്വേതയുടെ മനസ്സിലെപ്പോഴും അതാ ഉദ്ദേശിച്ചത്. ഐ ഡോണ്ട് മീൻ അറ്റ് ഓൾ. ഇതിപ്പോ എന്ത് പറഞ്ഞാലും അവിടെ ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്വേതയ്ക്ക് 90s അല്ലാതെ 70s പടങ്ങൾ നോക്കുമ്പോ സ്ത്രീകൾ ഭയങ്കര സ്ട്രോങ് ആയ കഥാപാത്രങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത്. എനിക്ക് അപ്പോഴത്തെ ഒരുപാട് പടങ്ങൾ, എസ്പെഷ്യലി ലൈക്ക് സുഹാസിനി ചേച്ചി, ശോഭന ചേച്ചി, ഗീ ചേച്ചി, അങ്ങനെ മീൻസ് അറ്റ് ദാറ്റ് മൊമെന്റ് ഉർവശി ചേച്ചി, അവരെല്ലാവരും അഭിനയിച്ച പടങ്ങൾ കാണുമ്പോൾ തുല്യമായിട്ടാണ് അവരുടെ. എക്സാക്ട്ലി. പിന്നീട് ഒരു ഘട്ടത്തില് നടികൾക്ക് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു ബോൾഡ്നെസ്, അവരാണ് ബോൾഡ് അറ്റംപ്റ്റ്സ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആക്ച്വലി ഫ്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എറ ഓൺവേർഡ്സ്, ഷീലമ്മ പറഞ്ഞാലും ശാരദമ്മ, സോ മെനി പീപ്പിൾ, അവരെല്ലാവരും. അപ്പോ എനിക്ക് തോന്നുന്നു അവര് എന്നോട് ഇപ്പൊ നിങ്ങൾ പറയാറില്ലേ രതി നിർവേദൻ ജയാഭാരതി മാം ചെയ്ത ആ ഒരു അറ്റംപ്റ്റ്, അത് എപ്പോ ചെയ്തതാണ് അവര്? 1976 or 75. അപ്പൊ അങ്ങനത്തെ ബോൾഡ് അറ്റംപ്റ്റ് ഒന്നും ഇന്ന് ആരും ചെയ്യാറില്ല. ചില ആൾക്കാർ ചെയ്യേണ്ട. അപ്പൊ അവര് പറയും ഓക്കെ, അവര് ഈ ഒരു ധൈര്യം ചങ്ങൂറ്റം കാണിച്ചുകൊണ്ടാണ് അവർ ബോൾഡ് ആവുന്നത്. അവർ ബോൾഡ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദേ ആർ what do you say, ready to do anything, and I am proud of what I am doing. അത് ഒരുപക്ഷെ നമ്മുടെ സിനിമയില് സ്ക്രിപ്റ്റിൽ നിന്ന് സ്ത്രീകളെ പുറത്തേക്ക് തള്ളി. സ്ത്രീ ഒരു ഷോക്കേസ് പോലെ അങ്ങ് ആയി. അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾ. ഞാൻ ഹിന്ദി ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ റോൾസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 2009, 2008 തൊട്ടിട്ടാണ് ഹിന്ദിയിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ഇപ്പോ മൾട്ടിപ്ലെക്സ് പടങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പൊ ഇന്ന് കുറച്ചും കൂടി അങ്ങനത്തെ ഒരു എന്താ പറയാ മൾട്ടിപ്ലെക്സ് മൂവീസ് റിലീസ് അല്ലാതെ ഓഫർ ഉണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഗ്ലാഡ് ടു ഡു ഹിന്ദി മൂവീസ്. പക്ഷേ ടിൽ 2005, 2006 വരെ ആ സെയിം ഓൾഡ് ബോളിവുഡ് ആ ഹീറോ, പിന്നെ ഒരു ഗ്ലാമറസ് ഹീറോയിൻ, അങ്ങനത്തെ റോൾസ് ആണ് ഉണ്ടായിരുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. ഒരു ഡാൻസ് നമ്പറൊക്കെ ഇനിയും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. കുറച്ച് മെലിയട്ടെ, കുറച്ച് മെലിയുണ്ട്. കുറച്ച് തടി കൂടിയല്ലോ ശ്വേത വല്ലാതെ. ഞാൻ അമ്മയായി എത്രയോ. പക്ഷെ ശ്വേത അങ്ങനെ അമ്മയായാലും അങ്ങനെ ശ്വേതയ്ക്ക് തടി കൂടുമെന്ന് മലയാളി പ്രതീക്ഷിച്ചുമില്ല, മലയാളി ആഗ്രഹിച്ചുമില്ല. ഇതൊക്കെ ശ്വേതയുടെ പഴയ അതിലേക്ക് ഞാൻ പറയാം. അതിനു മുമ്പ് ശ്വേതയുടെ തടിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരൊരാൾ പറഞ്ഞു, സാർ ഇത് ചോദ്യം എനിക്ക് ചോദിക്കണം, ഒരുപാട് കാലമായി ശ്വേതയോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന. കൊല്ലു ഞാള് ആളെ കൊല്ലു. ആളെ അത്ര എളുപ്പത്തിൽ കൊല്ലാൻ പറ്റില്ല. എന്താ കാരണം അറിയോ? ആള് നല്ല ഫിറ്റ്നസ് ഉള്ള ആളാണ്. ഒരുപക്ഷെ ശ്രീവത്സൻ അയാളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ട് ചോദിച്ചായിരിക്കാം, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരകമാക്കാം. ശ്രീവത്സന്റെ കറുത്ത കരങ്ങൾ പിന്നിലുണ്ടോ സംശയിക്കുന്നു. ശ്വേതയുടെ അഭിപ്രായം
ഈ തടി ഉള്ളതാണോ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് എന്നുള്ളത് ശ്വേതയുടെ ഇതിൽ ഒന്ന് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അല്ല നമ്മുടെ ഓഡിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വളരെ നന്നായിരുന്നു. തടി ഉള്ളതാണോ അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിന് വെയിറ്റിന് ഇത് വേണോ, എന്താണ് ഹെൽത്ത്? Yes, this is Srivasan plan. അല്ല, ഞാൻ എന്താ പറയാ, ജേസൺ എനിക്ക് പണ്ട് ലാലേട്ടന്റെ ത്രൂ ലണ്ടനിലാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പൊ ജേസൺ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഓ യുനോ ഞാനിപ്പോ ഹിന്ദിന്ന് മലയാളത്തിൽ വരികയുണ്ടായിരുന്നു. അപ്പോ ഐ വാസ് മോർ തിൻ യുനോ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ തടിച്ചോണ്ട് എപ്പോഴും ജേസൺ പറയും, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തെങ്ങനെ തടിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മലയാളത്തിൽ ഇതാ വേണ്ടത്, കുറച്ച് ഗുണ്ടുവാകും, മലയാളിക്ക് തടി വേണം. അപ്പൊ പിന്നെ ഞാൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി തടി. ബിക്കോസ് നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാമല്ലോ, നമുക്കൊന്നും എന്താ പറയുക ടെൻഷൻ ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ അപ്പൊ എപ്പോഴും ജേസൺ പറയും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരുപാട് റോൾസിന് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്, ഒരുപാട് റോൾസിന് കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു അത് എനിക്കിപ്പോ ഹെൽത്ത് വൈസ് കുറെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്നെ കളിയാക്കി പറഞ്ഞതാണ് ജേസൺ. കളിയാക്കി പറഞ്ഞാണോ? അതെ. അതേതോ സിനിമയിൽ ജഗതി അത് എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ കളിയാക്കിയൊന്നുമല്ല. അത് വളരെ നിരുത്തരകരമായ, വളരെ സന്ദേശത്തോടുള്ള കമന്റ് ആണ്. പക്ഷെ ശ്വേത എത്ര കിലോ കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഇനിയും 7-8. ഒരു മാസം കൊണ്ട് 8 കിലോ കുറയ്ക്കും? ഒരു 3 മാസം കൊണ്ട്. 3 മാസം കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴേ ഇത് കൂടാൻ പോകുന്നു? നീ കൂടൂല. അടുത്ത പ്രസവത്തിന് കൂടണ്ടേ? അത് അപ്പൊ നോക്കാലോ, നമുക്ക് പാക്കലാം. ഞാൻ അന്വേഷിച്ചപ്പോൾ ശ്വേതയ്ക്കും ഫാൻസ് അസോസിയേഷൻ, മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പോലെ ശ്വേതാ മേനോൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ശ്വേത ഇതാ. ശ്വേതാ മേനോനോട് എനിക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ശ്വേതാ മേനോൻ ഇത്ര സിനിമയിൽ പോപ്പുലാരിറ്റി വന്നൊരു നടിയാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സിനിമാ നടി ആയിരുന്നില്ലെങ്കിൽ എന്ത് ആവാമായിരുന്നു എന്ന് ശ്വേതാ മേനോൻ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അത് ശ്വേതാ മേനോൻ കേട്ടാൽ എനിക്ക് വളരെ, ഞങ്ങൾ ഫാൻസാർക്ക് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് അറിഞ്ഞാൽ കൊള്ളാം. ശ്വേത ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയല്ലേ? സർപ്രൈസിങ്. സന്തോഷമുണ്ടായി അല്ലേ? സന്തോഷമുണ്ടായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറുകൾക്കുള്ള ഒരു സൗഭാഗ്യമാണ് ഫാൻസ് അസോസിയേഷൻ. താങ്ക് യു. പക്ഷെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, കുറച്ച് ബുദ്ധിയുള്ള ഫാനാകട്ടെ. ശ്വേത ഒരുപക്ഷെ നടിയായില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് എന്താ പറയാ, ആർക്കറിയാല്ലേ? ഇല്ല ശ്രീവത്സം പറഞ്ഞത് ഇല്ല. എന്റെ അച്ഛൻ എയർഫോഴ്സിലുണ്ടായിരുന്നു. എനിക്ക് എയർ ഹോസ്റ്റസ് ആവാൻ ഭയങ്കര ഒരു എയർ ഹോസ്റ്റസ്. ബിക്കോസ് എയർഫോഴ്സ്. അപ്പം പിന്നെ എയർ ഇന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടി ഇല്ല. അല്ല, അമ്മയും അമ്മൂമ്മേന്റെയും ഓർമ്മകൾ ഞാൻ തരൂല. പക്ഷെ എന്താ പറയാ, പിന്നെ അത് പൈലറ്റ് ആവണം എന്നൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് അച്ഛൻ എയർഫോഴ്സിലുണ്ടായിരുന്നു. അപ്പൊ വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യം. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ സയൻസ് ലൈക്ക് ഐ വാസ് എന്താ പറയാ ഡോക്ടറേറ്റിന് വേണ്ടി ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോയി. പിന്നെ എഞ്ചിനീയറിംഗ് ഇത് എഴുതാൻ പോയി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ ആവുകയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുവരെയ്ക്കും ഞാൻ ഈ ഫീൽഡിൽ കയറി. ഐ വാസ് ടു ബിസി, ഐ വാസ് ടു ഹാപ്പി. പഠിക്കുന്ന കുട്ടിയായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു? നോ, ഐ വാസ് ആൻ ആവറേജ് സ്റ്റുഡന്റ്. വണ്ടി പെണ്ണായിരുന്നു? വണ്ടിയില്ല, പക്ഷെ വണ്ടി ഐ വാസ് ഓക്കെ. സോസോ ഐ വാസ് ഹാപ്പിലി. മലയാളത്തില് തിരക്കാകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ അവതാരകയായിരുന്നു. അതെ. ഈ സ്റ്റുഡിയോ ഒക്കെ ഓർമ്മയുണ്ട്? അതെ, ഓർമ്മയുണ്ട്. ഭയങ്കര നോസ്റ്റാൾജിക് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്വേതയ്ക്ക് വലിയ ഒരു എന്താ പറയാ ഒരു ടേക്ക് ഓഫ് കൊടുത്തിട്ടുള്ള സംഭവം. ഈ രൂപമൊന്നും ആയിരുന്നില്ല ശ്വേത. അതെ. നോക്കിക്കോ വേണല്ലേ. ശ്വേത എന്ത് എനർജി ആയിരുന്നു ശ്വേത.
Is it the same Shweta Menon sitting here? See, Oh my God. unbelievable. അത്ര ജമ്പ് ചെയ്യാറുണ്ടായിരുന്നോ? എന്നാ ചാട്ടം തൃശ്ശൂർ പൂരത്തിൽ പോയാ മതി. ഷോക്ക്ഡായി. Shocked. Okay. See, Energy I think I have. ബബ്ലിംഗ്. പക്ഷെ ഈ ചാട്ടമാണ് ശ്വേതയെ പലതരത്തിലേക്ക് എത്തിച്ചത്. Yes, yes. അതിൽ ഒന്നും ഒരു റിഗ്രറ്റിന്റെ ആവശ്യമില്ല. ഒരു റിഗ്രറ്റും ഇല്ല. നോട്ട് അറ്റ് ഓൾ. ഐ എൻജോയ്ഡ്. അത് മാത്രമല്ല, ഞാൻ അമേരിക്കയിൽ ഉണ്ടാവുമ്പോഴാണ് ഈ ഷോന്റെ ഓഫർ വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ, റിയാലിറ്റി ഷോ മലയാളം അറിയില്ല, ആ സമയത്ത് ഇത്രയും അറിയില്ല. അപ്പോ പക്ഷെ എനിക്ക് തോന്നുന്നു കൈരളി തന്ന ഒരു ദാറ്റ് കോൺഫിഡൻസ്. എനിക്കറിയാം, ഫസ്റ്റ് ഡേ ഷൂട്ടിംഗിൽ മമ്മൂക്ക വരെ ഉണ്ടായിരുന്നു ഇവിടെ. മമ്മൂക്കാൻ അറിയാം എന്റെ മലയാളം എത്ര. ബട്ട് ഹി വാസ് ഓൾസോ സേയിങ് ജസ്റ്റ് ബി യുവർ സെൽഫ്, ഡോണ്ട് വറി അബൌട്ട് ലാംഗ്വേജ്, ബിക്കോസ് നമ്മുടെ യൂത്ത് സെൻട്രിക് ആണ്. അപ്പോ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് തന്നത് യെസ് കൈരളി, താങ്ക്സ് ടു യുവർ സ്റ്റാർ വാർസ്. യെസ്.